ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ തൻ്റെ ഭാവിയെക്കുറിച്ച് സൂചനകൾ നൽകി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. 2024 ട്വൻ്റി ലോകകപ്പോടുകൂടി രോഹിത് ശർമ്മ ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന രീതിയിൽ മുൻപ് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ. ഇനിയും കുറച്ച് വർഷങ്ങൾ തനിക്ക് ഇന്ത്യക്കായി കളിക്കാൻ താൽപ്പര്യമുണ്ട് എന്നാണ് രോഹിത് ശർമ്മ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നിലവിൽ 2024 IPL മുംബൈ ഇന്ത്യൻസിനായി കളിക്കുകയാണ് രോഹിത്. ശേഷം 2024 ട്വൻ്റി ലോകകപ്പിനായി തയ്യാറെടുക്കാനാണ് രോഹിത്തിൻ്റെ ശ്രമം. ഇതിനിടെയാണ് ആരാധകരെ ആവേശത്തിലാക്കി രോഹിത്തിൻ്റെ പ്രസ്താവന എത്തിയിരിക്കുന്നത്. 2013 ശേഷം ഒരു ICC ട്രോഫി സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടില്ല. എന്നാൽ 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിസ്റ്റുകളായി ഇന്ത്യ മാറിയിരുന്നു. ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരാജയം നേരിടുകയായിരുന്നു. മുൻപ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരത്തിലും ഇന്ത്യക്ക് കളിക്കാൻ സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ട്വൻ്റി ലോകകപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നായകൻ. ഇതുവരെ ഇന്ത്യൻ ടീമിനൊപ്പമുള്ള യാത്ര വളരെ നന്നായിരുന്നു. ഇപ്പോൾ 17 വർഷങ്ങൾ പൂർത്തിയാവുന്നു. കുറച്ച് വർഷങ്ങൾ കൂടി ടീമിനൊപ്പം തുടരാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോക ക്രിക്കറ്റിൽ അതിനനുസരിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഞാൻ കരുതുന്നു എന്നും രോഹിത് പറഞ്ഞു. തനിക്ക് ഇന്ത്യൻ ടീമിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമതി ക്യാപ്റ്റനാവാൻ കിട്ടിയ അവസരമാണെന്ന് രോഹിത് ശർമ്മ പറയുകയുണ്ടായി. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ രാജ്യത്തിൻ്റെ നായകനാവാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഇത്തരമൊരു പൊസിഷനിൽ എത്തുമെന്ന് വിചാരിച്ച ആളല്ല. പക്ഷേ നല്ല കാര്യങ്ങൾ നല്ല ആളുകൾക്ക് സംഭവിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രോഹിത് കൂട്ടിച്ചേർത്തു. നായകനായ ടീമിനൊപ്പം ചേർന്നതിന് ശേഷമുള്ള തൻ്റെ വീക്ഷണങ്ങളെപ്പറ്റിയും രോഹിത് സംസാരിക്കുകയുണ്ടായി. ഞാൻ ഇന്ത്യൻ നായകനായി ചുമതലയേൽക്കുന്ന സമയത്ത് എനിക്ക് ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ടീമിലുള്ള മുഴുവൻ താരങ്ങളും ഒരേ പാതയിലേക്ക് നോക്കണം എന്നത് മാത്രം. അങ്ങനെയാണ് ഒരു ടീം മത്സരം കളിക്കേണ്ടത്. വ്യക്തിപരമായ നാഴികക്കല്ലുകളും വ്യക്തിപരമായ കണക്കുകളും ലക്ഷ്യങ്ങളുമൊക്കെ പിന്നീടുള്ള കാര്യമാണ്. 11 പേർ ഒരുമിച്ച് നിന്ന് നേട്ടങ്ങൾ കൊയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കിരീടങ്ങൾ വിജയിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും അനുഭവിച്ചിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് എന്നും രോഹിത് ശർമ്മ പറഞ്ഞു വയ്ക്കുന്നു.